ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം ബി എസ് സിയുടെ വീക്കിലി കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളിലോട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന പ്രധാന ആനുകാലിക വിഷയങ്ങൾ നമ്മൾ ആദ്യ ദിവസം 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തി, ഒരു മലയാളിക്ക് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ആരാണ് വ്യക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ EV രാമകൃഷ്ണനാണ്. അപ്പൊ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? EV രാമകൃഷ്ണനാണ്. മലയാളിയായ EV രാമകൃഷ്ണനാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിലെ 24 ഭാഷകൾക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകുന്നത്. അതിൽ ഈ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ചോദിക്കുകയാണെങ്കിൽ EV രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന നിരൂപണ ഗ്രന്ഥത്തിനാണ്. അപ്പോ പുസ്തകം ഒരിക്കൽ കൂടി പറയാം. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന നിരൂപണ ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ചോദിക്കണമെങ്കിൽ ആരാണ്? EV രാമകൃഷ്ണനാണ്. EV രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന് 1995 നിരൂപണ സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് അക്ഷരവും ആധുനികതയും. അദ്ദേഹത്തിന് 1995 നിരൂപണ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? അക്ഷരവും ആധുനികതയും എന്ന് പറയുന്ന കൃതിയാണ്. അപ്പൊ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, ഇതിൽ എത്രയാണ് സമ്മാന തുക എന്ന് ചോദിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുകയായിട്ട് വരുന്നത്. എത്രയാണ്? 1 ലക്ഷം രൂപയാണ് സമ്മാന തുകയായിട്ട് വരുന്നത്. ഓക്കെയാണ്. ശരി, അടുത്ത ദിവസം നോക്കിക്കോളൂ. 2023 ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് വകഭേദം ഏത് എന്നാണ്. 2023 ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് വകഭേദം ഏതെന്ന് ചോദിച്ചാൽ JN1 ആണ്. അപ്പൊ JN1 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കണമെങ്കിൽ എന്താണ്? അതൊരു കോവിഡ് വകഭേദമാണ്. അപ്പൊ 2023 ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദത്തിന്റെ പേരാണ് JN1. അടുത്ത ദിവസം നോക്കിക്കോളൂ. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായിട്ട് 2023 തെരഞ്ഞെടുത്ത വ്യക്തി ആരെന്നാണ്. അപ്പൊ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനും സെക്രട്ടറി ആയിട്ട് 2 വ്യക്തികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ 2023 കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചോദിക്കുകയാണെങ്കിൽ സുധീർ നാഥാണ്. ഈ വ്യക്തിയാണ് സുധീർ നാഥാണ് കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായി തെരഞ്ഞെടുത്തത്. ഇതിന് ആരാണ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ A സതീഷ് ആണ്. സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? A സതീഷ് ആണ്. ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ. കേരള കാർട്ടൂൺ അക്കാദമി 1982 സ്ഥാപിതമാകുന്നത്. കേരള കാർട്ടൂൺ അക്കാദമി സ്ഥാപിതമാകുന്ന വർഷം 1982 ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? കൊച്ചിയാണ്. ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ് ആസ്ഥാനം. അപ്പം 1982 സ്ഥാപിതമാവുന്നത്. ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? കൊച്ചിയാണ് ആസ്ഥാനം. അപ്പൊ കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുധീർ നാഥാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൻ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ആരെന്നാണ്. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൻ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷെയ്ഖ് ഹസൻ ഖാൻ ആണ്. പത്തനംതിട്ട ജില്ലാ സ്വദേശിയായ ഷെയ്ഖ് ഹസൻ ഖാനാണ് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൻ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി എന്നുള്ള നേട്ടം കൈവരിച്ച വ്യക്തി. ഇദ്ദേഹം തന്നെയാണ് എവറസ്റ്റ് കീഴടക്കിയതും. ഇദ്ദേഹം തന്നെയാണ് കിളിമഞ്ചാരോ എന്ന് പറയുന്ന കൊടുമുടിയും കീഴടക്കി. അപ്പൊ കിളിമഞ്ചാരോ, എവറസ്റ്റ് ഇങ്ങനെയൊക്കെ കീഴടക്കിയതോടൊപ്പം അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൻ കൊടുമുടി കീഴടക്കിയ വ്യക്തി അല്ലെങ്കിൽ മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാനാണ്. അദ്ദേഹം ഏത് ജില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലാ സ്വദേശിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ഇനി അടുത്തൊരു ഡിജിറ്റൽ മാഗസിൻ പുറത്തിറക്കിയതാണ്. കുടുംബശ്രീയുടെ മലപ്പുറം ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിൻ ഏതെന്നാണ്. കുടുംബശ്രീയുടെ മലപ്പുറം ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ മാതൃകം എന്നാണ്. ആ മാഗസിന്റെ പേര് ചോദിച്ചാൽ എന്താണ്? മാതൃകം. ഈ 2023 കുടുംബശ്രീയുടെ നമ്മൾ രജത ജൂബിലിയാണ് നമ്മൾ ആഘോഷിച്ചത് അല്ലെ. 25ാമത് വാർഷികമാണ് കുടുംബശ്രീയുടെ. 25ാമത് വാർഷികമാണ്. ആ കേരള സർക്കാർ പരിപാടിയാണ് ചുവട് 2023 എന്ന പേരിൽ നമ്മൾ ആഘോഷിച്ചത്. കുടുംബശ്രീയുടെ എത്രാമത് വാർഷികമാണ് 2023 ആഘോഷിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25ാമത് വാർഷികമാണ്. എന്തായിരുന്നു ആ പരിപാടിയുടെ പേരെന്ന് ചോദിക്കുകയാണെങ്കിൽ ചുവട് 2023 ആണ്. 2023 നടന്ന കുടുംബശ്രീയുടെ കലോത്സവമായിരുന്നു അരങ്ങ്
2023 ഒരുമയുടെ പലമ. അത് കുടുംബശ്രീയുടെ വാർഷിക ഉത്സവമായിരുന്നു, അതൊരു കലോത്സവമായിരുന്നു. അനങ്ങ് 2023 ഒരുമയുടെ പലമ. വേദിയായത് തൃശ്ശൂരാണ്. 1ാം സ്ഥാനം നേടിയത് കാസർഗോഡ് ജില്ലയാണ്. അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പൊ കുടുംബശ്രീയുടെ മലപ്പുറം ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസീന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മാതൃകം എന്നാണ് ആ മാഗസീന്റെ പേര്. ഇനി 2024 നടക്കുന്ന ഒരു കാര്യമാണ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം അറിയപ്പെടുന്നത് ഇറ്റ്ഫോക്ക് എന്നാണ്. വേദി എവിടെയെന്നാണ് ക്വസ്റ്റ്യൻ. വേദി തൃശ്ശൂരിലാണ് വേദി. അപ്പോ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക്. വേദി ചോദിക്കുകയാണെങ്കിൽ ഇവിടെയാണ്, തൃശ്ശൂരാണ്. വേദി വരുന്നത് തൃശ്ശൂരാണ്. 2024 ഫെബ്രുവരി മാസം 9 മുതൽ 16 വരെയാണ് ഈ അന്താരാഷ്ട്ര നാടകോത്സവം നടക്കുന്നത്. എന്തായിരുന്നു ഇപ്രാവശ്യത്തെ അവരുടെ നാടകോത്സവത്തിന്റെ പ്രമേയം അല്ലെങ്കിൽ ആശയം ചോദിക്കുകയാണെങ്കിൽ ഒരുമ, സമാധാനം, ദൃഢവിശ്വാസം എന്നതാണ് ഇത്തവണ ഇറ്റ്ഫോക്കിന്റെ ആശയം. ഒന്നുകൂടി പറയുന്നു, ഒരുമ, സമാധാനം, ദൃഢവിശ്വാസം എന്നതാണ് ഇത്തവണ ഇറ്റ്ഫോക്കിന്റെ ആശയം. അപ്പൊ 2024 നടക്കുന്നത്. ഫെബ്രുവരി മാസം 9 മുതൽ 16 വരെയാണ്. വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തൃശ്ശൂരിലാണ്. അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പോൾ അത് കേരള സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ് ഇത് നടക്കുന്നത്. അടുത്ത ദിവസം നോക്കിക്കോളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സ്ഥാപനം ഏതെന്നാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ സൂറത്ത് ഡയമണ്ട് ബോഴ്സ് ആണ്. സൂറത്ത് ഡയമണ്ട് ബോഴ്സ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സ്ഥാപനം. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇത് ഏത് സ്റ്റേറ്റിലെന്ന് നമുക്കറിയാം, ഗുജറാത്തിലാണ് സൂറത്ത് ഡയമണ്ട് ബോഴ്സ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗുജറാത്താണ്. അതുവരെ അമേരിക്കയുടെ പെന്റഗൺ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് എന്ന റെക്കോർഡ് ഉണ്ടായിരുന്നത്. അത് മാറി ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇനി നിലവിലെ സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സൂറത്ത് ഡയമണ്ട് ബോഴ്സ് ആണ്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയാണ്. എവിടെയാണ് ഈ ഓഫീസിന്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഇനി ഒരു വാർഷികമാണ്. 2023 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടിയുടെ എത്രാമത് വാർഷികമാണ് നമ്മൾ ആഘോഷിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ. 2023 ഡിസംബർ മാസം 16 ബോസ്റ്റൺ ടീ പാർട്ടിയുടെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചു എന്ന് ചോദിച്ചാൽ 250ാമത് വാർഷികമാണ് നമ്മൾ ആഘോഷിച്ചത്. അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് 1773 ഡിസംബർ മാസം 16 തീയതിയാണ് അല്ലെ. ബ്രിട്ടീഷ് പാർലമെന്റ് നടപ്പാക്കിയ ടീ ആക്ടിനെതിരെ പ്രതിഷേധിച്ചായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതിന്റെ എത്രാമത് വാർഷികമാണ് നമ്മൾ 2023 ആചരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത് വാർഷികമാണ്? 250ാമത് വാർഷികമാണ്. അപ്പോൾ 2023 ഡിസംബറിൽ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചു എന്ന് ചോദിച്ചാൽ 250ാമത് വാർഷികം. ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് 1773 ഡിസംബർ മാസം 16 തീയതിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതെന്നാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സർവേദ് മഹാമന്ദിറാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? വാരണാസിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? വാരണാസിയിലാണ്. അപ്പോൾ ഇനി മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് വാരണാസിയിലാണ്. എന്താണ് അതിന്റെ പേരെന്ന് ചോദിക്കുകയാണെങ്കിൽ സർവേദ് മഹാമന്ദിർ എന്നാണ് അതിന്റെ പേര് അല്ലെ. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സദ്ഗുരു സദാഫൽ ദിയോജി മഹാരാജാവ് എഴുതിയ ഒരു ഗ്രന്ഥം കൂടിയാണ് സർവേദ്. അപ്പൊ 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സദ്ഗുരു സദാഫൽ ദിയോജി മഹാരാജാവ് എഴുതിയ ഒരു ഗ്രന്ഥം കൂടിയാണ് സർവേദ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവേദ് മഹാമന്ദിറാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് വാരണാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒരു വേദിയാണ് 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവിന്റെ വേദി. 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ് വേദി. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായ പർഷോത്തം
രൂപാലയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായ പർഷോത്തം രൂപാലയാണ്. അപ്പൊ ഓർക്കുക, 2023 ആനിമൽ ഹെൽത്ത് കോൺക്ലേവിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി മറ്റൊരു വേദിയാണ് 2023 അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തിന്റെ വേദി എവിടെയെന്നാണ്. 2023 അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ കുരുക്ഷേത്രയാണ്. വേദി എവിടെയാണ്? കുരുക്ഷേത്രയാണ്. ഇത് ആര് ഉദ്ഘാടനം, ഗീതാ മഹോത്സവം 2023 ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് പുറത്ത് ഗീതാ മഹോത്സവം ആചരിക്കുന്ന 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് മൗറീഷ്യസ്, മറ്റൊന്ന് ബ്രിട്ടനാണ്. ഓക്കെയാണ്. അപ്പൊ ഇന്ത്യക്ക് പുറത്ത് ഗീതാ മഹോത്സവം ആചരിക്കുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് മൗറീഷ്യസും മറ്റൊന്ന് ബ്രിട്ടനുമാണ്. അപ്പൊ 2023 ഗീതാ മഹോത്സവം ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജഗദീപ് ധൻഖറാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം നോക്കിക്കോളൂ. 1 വർഷത്തിനുള്ളിൽ 100 ദശലക്ഷം യാത്രക്കാർക്ക് സർവീസ് കൊടുത്ത ബഹുമതി നേടിയ ഇന്ത്യൻ എയർലൈൻസ് കമ്പനി ഏതെന്നാണ്. അപ്പൊ 1 വർഷത്തിനുള്ളിൽ 100 ദശലക്ഷം യാത്രക്കാർക്ക് സർവീസ് കൊടുത്ത ബഹുമതി നേടിയ ഇന്ത്യൻ എയർലൈൻസ് കമ്പനി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഇൻഡിഗോയാണ്. അപ്പൊ ഇൻഡിഗോയാണ് 1 വർഷം കൊണ്ട് 100 ദശലക്ഷം യാത്രക്കാർക്ക് സർവീസ് കൊടുത്ത ഇന്ത്യൻ എയർലൈൻസ് കമ്പനി ഏതാണ്? ഇൻഡിഗോയാണ്. ഇനി 2 പ്ലാറ്റ്ഫോംസ് ആണ്. ഒന്ന് 2023 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഇന്ത്യയുടെ ആദ്യത്തെ ബഹുഭാഷ AI ടൂൾ ഏതെന്നാണ്. 2023 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഇന്ത്യയുടെ ആദ്യത്തെ ബഹുഭാഷ AI ടൂൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കൃതിം ആണ്. കൃതിം എന്ന് പറയുന്നത് ഒലെ എന്ന് പറയുന്ന ഇലക്ട്രിക് കമ്പനിയുടെ സ്ഥാപകനായ ഭവിഷ് അഗർവാൾ ആണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് എത്ര ഭാഷയിലാണ് നമുക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 ഭാഷയിലാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഈ 2023 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഇന്ത്യയുടെ ആദ്യത്തെ ബഹുഭാഷ AI ടൂൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൃതിമാണ്. ആരിത് രൂപകൽപ്പന ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭവിഷ് അഗർവാളാണ്. ഭവിഷ് അഗർവാളാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഒലെ എന്ന് പറയുന്ന ഇലക്ട്രിക് കമ്പനിയുടെ സ്ഥാപകനാണ് ഭവിഷ് അഗർവാൾ. ഇനി മറ്റൊരു മൊബൈൽ ആപ്പാണ്. 2023 ഡിസംബറിൽ NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതെന്നാണ്. അപ്പൊ 2023 ഡിസംബറിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ERS ആണ്. എമർജൻസി റെസ്പോൺസ് സിസ്റ്റം എന്നാണ് ERS. അപ്പോൾ ERS പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്, ERS എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ERS എന്ന് പറയുന്ന എമർജൻസി റെസ്പോൺസ് സിസ്റ്റം പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി 2 സൈനിക പദ്ധതികളാണ്. ഇന്ത്യൻ വ്യോമസേന 2023 ഡിസംബർ 20 വിജയകരമായി പരീക്ഷിച്ച വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഏതെന്നാണ്. 2023 ഡിസംബറിൽ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് സമർ. സമർ എന്ന് പറയുന്നത് സർഫേസ് ടു എയർ മിസൈൽ ഫോർ അഷ്വേർഡ് റിട്ടലിയേഷൻ എന്നാണ് സമർ. ഇത് ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ അസ്ത്രശക്തി 2023 പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സമർ പരീക്ഷിച്ചത്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേന 2023 ഡിസംബർ 20 വിജയകരമായി പരീക്ഷിച്ച വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സമർ എന്നാണ്. 2023 ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക എന്ന് പറയുന്ന ഡിഫൻസ് അക്കാദമിയിൽ നിന്നും അവരുടെ അസ്ത്രശക്തി എന്ന് പറയുന്ന മിഷൻ അസ്ത്രശക്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സംവിധാനം ഉപയോഗിച്ചത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരേ സമയം 4 ദിശകളിൽ പ്രതിരോധ നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ മിസൈൽ ഏതെന്നാണ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരേ സമയം 4 ദിശകളിൽ പ്രതിരോധ നേട്ടം സ്വന്തമാക്കുന്നത്. അപ്പോ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളത് കൊണ്ട് നമ്മളോട് തീർച്ചയായിട്ടും ചോദിക്കും, ഒരേ സമയം 4 ദിശകളിൽ പ്രതിരോധ നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ മിസൈൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് ആകാശ് എന്നാണ്. ആകാശാണ് ഇന്ത്യൻ മിസൈലിന്റെ പേര്. എന്തെന്നാണ്? ഒന്ന് ഓർക്കുക, ആകാശാണ്. അടുത്ത ദിവസം നോക്കിക്കോളൂ.
2023 ലോക ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ലാർജസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് റിമിറ്റൻസ് എന്ന നേട്ടം കൈവരിച്ച രാജ്യം ഏതെന്നാണ്. 2023 ലോക ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ലാർജസ്റ്റ് റെസിപ്പിയൻസ് ഓഫ് റിമിറ്റൻസ് എന്ന നേട്ടം കൈവരിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ആ നേട്ടം കൈവരിച്ചത്. പണം കൂടുതൽ ചെലവാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്നത് ഇന്ത്യയാണ്. ഇനി അടുത്ത ദിവസം നോക്കിക്കോ, 2024 പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം എവിടെയെന്നാണ്. 2024 പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനത്തിന് വേദിയാവുന്നത് ഭുവനേശ്വരാണ്. അല്ലെ, ഒഡീഷയുടെ ക്യാപിറ്റലാണ് ഭുവനേശ്വർ. നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 6ാമത്തെ ഭാഷയും കൂടിയാണ് ഏതാണ്? ഒഡിയ. അപ്പൊ 2024 പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഭുവനേശ്വരാണ് വേദിയാവുന്നത്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് ഒഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 6ാമത്തെ ഭാഷയാണ് ഒഡിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാം. ഇനി ഒരു ഇലക്ട്രിക് ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഏതെന്നാണ്. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാരാക്കുഡയാണ്. ഈ ബാരാക്കുഡ സോളാർ ഇലക്ട്രിക് ബോട്ടിന് ആ പേര് മാറി ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്നത് സൗരശക്തി എന്ന പേരിലാണ്. നമ്മളോട് ഒരുപക്ഷെ ചോദിക്കാം, രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് എന്നതിൽ ഓപ്ഷനിൽ എന്ത് ഉണ്ടായിരിക്കും? സൗരശക്തി ഉണ്ടായിരിക്കും. മുൻപ് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ബാരാക്കുഡ എന്ന പേരിലാണ്. ഇനി അടുത്ത ദിവസം നോക്കിയോളൂ. 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന വ്യക്തി ആരെന്നാണ്. 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്ന വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രാൻസിലെ നിലവിലെ പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. അദ്ദേഹമാണ് ജനുവരി 26 നടക്കുന്ന നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലെ ഇപ്രാവശ്യത്തെ മുഖ്യ അതിഥിയായിട്ട് പങ്കുചേരുവാൻ വരുന്ന വ്യക്തി. അപ്പൊ വ്യക്തി ഒന്ന് ഓർക്കുക, നമ്മളോട് PSC ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇനി അടുത്തൊരു ദിനാചരണമാണ് സദ്ഭരണ വാരമായിട്ട്, അല്ലെ, ഗുഡ് ഗവർണേഴ്സ് വീക്ക് ആയിട്ട് കേന്ദ്ര സർക്കാർ ആചരിക്കുന്നത്. സദ്ഭരണ വാരമായിട്ട് കേന്ദ്ര സർക്കാർ ആചരിക്കുന്നത് എന്നു മുതൽ എന്ന് വരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിസംബർ 19 മുതൽ 25 വരെയാണ് കേന്ദ്ര സർക്കാർ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? സദ്ഭരണ വാരമായിട്ട് കേന്ദ്ര സർക്കാർ ആചരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ദിനങ്ങളാണ് നോക്കേണ്ടത്. അതിൽ നമ്മൾ ആദ്യം പോകുന്നത് ഡിസംബർ 18 ആണ്. ഡിസംബർ 18 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ എന്നാണ് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിസംബർ മാസം 18 തീയതിയാണ് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഒപ്പം ഡിസംബർ 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായിട്ടും നമ്മൾ ആചരിക്കുന്നു. അപ്പൊ എന്നാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ചോദിച്ചു കഴിഞ്ഞാലും ഡിസംബർ മാസം 18 തീയതിയാണ്. 2023 ഡിസംബർ 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിന്റെ പ്രമേയം എന്താണ്? തീം എന്ന് ചോദിച്ചാൽ ആക്ഷൻ ടുഡേ എന്നാണ് തീം. അപ്പൊ ഡിസംബർ 18 രണ്ട് ദിനമാണ് നമുക്ക് പ്രധാനം. ഒന്ന് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം, മറ്റൊന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായിട്ടും ആചരിക്കുന്നു. ഇനി ഡിസംബർ 19 PSC ചോദിച്ച ദിനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഡിസംബർ 19. ഡിസംബർ 19 ഗോവ വിമോചന ദിനമായിട്ട് ആചരിക്കുന്നു. അല്ലെ, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഗോവ നമ്മൾ വിമോചിപ്പിക്കുന്നു, ഇന്ത്യയിൽ നമ്മൾ ഗോവ ചേർക്കുന്നു. അപ്പോൾ 1961 അത്. അപ്പൊ എന്നാണ് ഗോവ വിമോചന ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ മാസം 19 തീയതിയാണ് ഗോവ വിമോചന ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഡിസംബർ 20 ആചരിക്കുന്നത് അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനമായിട്ടാണ് ഡിസംബർ 20 ആചരിക്കുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ഹ്യൂമൻ സോളിഡാരിറ്റി ഡേ ആയിട്ടാണ് ഡിസംബർ 20 ആചരിക്കുന്നത്. അപ്പോൾ ഡിസംബർ 20 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് 2023 ഡിസംബർ 20 അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനത്തിന്റെ ഇപ്രാവശ്യത്തെ തീം എന്ന് നോക്കാം. അഡ്വക്കേറ്റ് ഫോർ ചേഞ്ച് എന്നാണ് ഇപ്രാവശ്യത്തെ തീം. ഇനി ഡിസംബർ 21 നമ്മൾ നാഷണൽ ഷോർട്ട് സ്റ്റോറി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ദേശീയ ചെറുകഥാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ മാസം 21 തീയതിയാണ് നാഷണൽ ഷോർട്ട് സ്റ്റോറി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി ഡിസംബർ 22 PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഡിസംബർ 22 എന്നാണ് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ.
എന്നാണ് ദേശീയ മാത്തമാറ്റിക്സ് ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? ഡിസംബർ മാസം 22-ാം തീയതിയാണ് അല്ലെ. ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം കൂടിയാണ് ഡിസംബർ 22. ആ ഡിസംബർ 22 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു അല്ലെ. നമുക്കറിയാം രാമാനുജൻ സംഖ്യ 1729 ആണ് രാമാനുജൻ സംഖ്യ എന്ന് പറയുന്നത്. ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു നിയമനമാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാനായിട്ട് 2023 ഡിസംബറിൽ ചുമതലയേൽക്കുന്ന അല്ലെങ്കിൽ നിയമിതനാകുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമോദ് അഗർവാൾ ആണ്. അപ്പോ 2023 ഡിസംബറിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാനായിട്ട് നിയമിതനാവുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രമോദ് അഗർവാൾ ആണ്. ഇനി ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്. 2023 ഡിസംബറിൽ ഭൂകമ്പം ഉണ്ടായ ഗാൻസു പ്രവിശ്യ 2023 ഡിസംബറിൽ ഭൂകമ്പം ഉണ്ടായ ഗാൻസു പ്രവിശ്യ ഏത് രാജ്യത്തിലെന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണ്. അപ്പൊ 2023 ഡിസംബറിൽ ഭൂകമ്പം ഉണ്ടായ ഗാൻസു പ്രവിശ്യ ഏത് രാജ്യത്തിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചൈനയിലാണ്. ഇനി മറ്റൊരു നിയമനമാണ്. ഈജിപ്തിന്റെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തി. 2023 ഡിസംബറിൽ ഈജിപ്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അബ്ദേൽ ഫത്താഹ് അൽ സീസി ആണ്. വീണ്ടും ഇദ്ദേഹം തന്നെയാണ് ചുമതലയേൽക്കുന്നത്. മുൻപും ഇദ്ദേഹമായിരുന്നു ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്നത്. ഇവിടെ വീണ്ടും 2023 ഡിസംബറിൽ ഈജിപ്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കണമെങ്കിൽ അബ്ദേൽ ഫത്താഹ് അൽ സീസി ആണ് ചുമതലയേറ്റത്. അപ്പൊ അബ്ദേൽ ഫത്താഹ് അൽ സീസി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് ചോദിക്കണമെങ്കിൽ ഏതാണ്? ഈജിപ്തിന്റെയാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. ഇനി മറ്റൊരു നിയമനമാണ്. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ച ഇന്ത്യയിലെ പുതിയ അംബാസഡർ ആരെന്നാണ്? ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ച ഇന്ത്യയിലെ പുതിയ അംബാസഡർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ റൂവൻ അസർ ആണ്. അപ്പൊ റൂവൻ അസർ ഏത് രാജ്യത്തിന്റെ അംബാസഡർ ആയിട്ടാണ് ഇന്ത്യയിൽ ചുമതലയേൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇസ്രായേലാണ്. അപ്പൊ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ച ഇന്ത്യയിലെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുതിയ അംബാസഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റൂവൻ അസർ ആണ്. ഇനി ഒരു പുസ്തകമാണ്. വാൾട്ടർ ഐസക്സൺ എഴുതിയ ഒരു പുസ്തകമാണ് എലോൺ മസ്ക് എന്ന പുസ്തകം. എലോൺ മസ്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ എലോൺ മസ്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ വാൾട്ടർ ഐസക്സൺ ആണ് എലോൺ മസ്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അല്ലെ. സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ സ്ഥാപകനാണ് എലോൺ മസ്ക്. അദ്ദേഹത്തിന്റെ ആസ്പദമാക്കി എലോൺ മസ്ക് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. എലോൺ മസ്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിക്കുകയാണെങ്കിൽ വാൾട്ടർ ഐസക്സൺ ആണ് എലോൺ മസ്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഇനി ഒരു അവാർഡാണ്. BBC-യുടെ സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയി BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്ത വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മേരി ഇയർപ്സ് ആണ്. മേരി ഇയർപ്സ് ബ്രിട്ടനിലെ ഫുട്ബോൾ ഗോൾ കീപ്പറാണ്. മേരി ഇയർപ്സിനാണ് BBC-യുടെ സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ 2023 BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്ത വ്യക്തി ചോദിക്കണമെങ്കിൽ ആരാണ്? മേരി ഇയർപ്സ് ആണ്. ഇനി കായികവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ചരിത്രത്തിൽ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയർ ആയ ഇന്ത്യൻ വനിത ആരെന്നാണ്? ചരിത്രത്തിൽ ആദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയർ ആവുന്ന ഇന്ത്യൻ വനിത വൃന്ദ ഘനശ്യാം രതിയാണ്. ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റാണ് ആര് നിയന്ത്രിക്കുന്നത്? വൃന്ദ ഘനശ്യാം രതി നിയന്ത്രിക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയർ ആയ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? വൃന്ദ ഘനശ്യാം രതിയാണ്. ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വൃന്ദ ഘനശ്യാം രതിയാണ്. ഇനി ഒരു വനിതയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് IPL ലേലം അല്ലെ. 2024 നടക്കുന്ന IPL താരലേലം അത് നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരെന്നാണ്? അപ്പൊ 2024 നടക്കുന്ന IPL ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് താരലേലം നടക്കുകയാണ്. അത് നിയന്ത്രിക്കുന്ന ആദ്യ വനിത ചോദിക്കുകയാണെങ്കിൽ മല്ലിക സാഗർ ആണ്. നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മല്ലിക സാഗർ ആണ്. 2024 IPL ടൂർണമെന്റ്സിന് താരലേലം നടക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് ഇങ്ങനെ ഒരു താരലേലം നടക്കുന്നു. എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ദുബായ് ആണ് വേദി. ദുബായിലാണ് ഇപ്പോഴത്തെ താരലേലം നടക്കുന്നത്. IPL ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്, ഓർക്കുക. അപ്പൊ 2024 നടക്കാൻ പോകുന്ന IPL ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മല്ലിക സാഗർ ആണ്. പേര് മറക്കണ്ട, മല്ലിക സാഗർ ആണ്.
ഇനി ഈ താരലേലവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തവണ IPL താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ താരം ആരെന്നാണ്? ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഓസ്ട്രേലിയൻ പ്ലെയർ ആയ മിച്ചൽ സ്റ്റാർക്കാണ്. മിച്ചൽ സ്റ്റാർക്ക് 24.75 കോടി രൂപയ്ക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മേടിക്കുന്നത് അദ്ദേഹത്തെ. അപ്പോ ഇത്തവണ IPL താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ താരം ചോദിക്കുകയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്കാണ്. മിച്ചൽ സ്റ്റാർക്ക് ഏത് രാജ്യത്തിന്റെ കളിക്കാരൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ താരമാണ് മിച്ചൽ സ്റ്റാർക്ക്. അദ്ദേഹത്തിന് 24.75 കോടി രൂപയ്ക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന IPL ടീം സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ താരം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മിച്ചൽ സ്റ്റാർക്കാണ്. ഇനി ഫിഫ വുമൻസ് വേൾഡ് റാങ്കിംഗ് ആണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട്. ഫിഫ വുമൻസ് വേൾഡ് റാങ്കിംഗ് 2023 ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിനാണ്. ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? സ്പെയിനാണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 65-ാം സ്ഥാനമാണ്. ഇന്ത്യ എത്രാം സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ 65-ാം സ്ഥാനമാണ് ഇന്ത്യ വന്നിരിക്കുന്നത്. അപ്പൊ ഒന്നാം സ്ഥാനം ഏത് രാജ്യമാണ്? സ്പെയിനാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാം സ്ഥാനമാണ്? 65-ാം സ്ഥാനമാണ് ഇന്ത്യ വന്നിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം നോക്കിക്കോളൂ. 2023 വേൾഡ് വുമൻസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വിജയി. 2023 വേൾഡ് വുമൻസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വിജയി ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ്. അപ്പൊ 2023 വേൾഡ് വുമൻസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 3 രാജ്യങ്ങളിലാണ് നടന്നത്. ഒന്ന് ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ. ഈ 3 രാജ്യങ്ങളിൽ വച്ചായിരുന്നു 2023 വേൾഡ് വുമൻസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത്. അതിൽ ആരാണ് വിജയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസ് ആണ് വിജയിച്ചിരിക്കുന്നത്. 3 രാജ്യങ്ങൾ വെച്ചാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടന്നു. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നീ 3 രാജ്യങ്ങൾ വെച്ചാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 ACC അണ്ടർ-90 ഏഷ്യ കപ്പ് വിജയി ആരെന്നാണ്? അപ്പൊ ക്രിക്കറ്റിലെ അണ്ടർ-90 ഏഷ്യ കപ്പ് വിജയി ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ആണ് വിജയിച്ചിരിക്കുന്നത്. ഏത് രാജ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ആണ്. റണ്ണറപ്പ് ആയിരിക്കുന്നത് UAE ആണ്. UAE തോപ്പിച്ചാണ് ബംഗ്ലാദേശ് അണ്ടർ-90 ഏഷ്യ കപ്പ് വിജയിച്ചിരിക്കുന്നത്. എവിടെ വെച്ചായിരുന്നു 2023 ഏഷ്യ കപ്പ് അണ്ടർ-90 വേദി? ACC അണ്ടർ-90 ഏഷ്യ കപ്പ് വേദി എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ച് തന്നെയാണ്? UAE-യിലാണ് വേദിയായിരിക്കുന്നത്. അപ്പൊ 2023 ACC അണ്ടർ-90 ഏഷ്യ കപ്പ് വിജയി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ബംഗ്ലാദേശ് ആണ് വിജയി. എവിടെയാണ് വേദി എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയായിരുന്നു? UAE ആണ് വേദിയായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഒരു റെക്കോർഡാണ്. 2023 ഡിസംബറിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന ഓസ്ട്രേലിയൻ താരം ആരെന്നാണ്? അപ്പൊ 2023 ഡിസംബറിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന ഓസ്ട്രേലിയൻ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ നഥാൻ ലിയോൺ ആണ്. ഓസ്ട്രേലിയൻ താരം നഥാൻ ലിയോൺ ആണ്. പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലാണ് അദ്ദേഹം 500 വിക്കറ്റ് തികയ്ക്കുന്നത്. 500 വിക്കറ്റ് തികയ്ക്കുന്ന എത്രാമത്തെ ക്രിക്കറ്റ് താരമാണ് നഥാൻ ലിയോൺ എന്ന് ചോദിച്ചാൽ 8ാമത്തെ ക്രിക്കറ്റ് താരമാണ് നഥാൻ ലിയോൺ. വിക്കറ്റ് തികയ്ക്കുന്ന എത്രാമത്തെ ഓസ്ട്രേലിയൻ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ ഓസ്ട്രേലിയൻ താരമാണ് നഥാൻ ലിയോൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. 2023 നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വിജയി ഏത് സംസ്ഥാനമെന്ന് ചോദിച്ചാൽ ഹരിയാനയാണ്. അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വിജയി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഹരിയാനയാണ് വിജയി. എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ ഡൽഹിയിൽ വെച്ചാണ് ഇത് നടന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ അത് ചർച്ച ചെയ്തതും കൂടിയാണ്. വേദി ചോദിക്കുകയാണെങ്കിൽ ഡൽഹിയാണ് അല്ലെ. ഇതിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 17ാം സ്ഥാനമാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 17ാം സ്ഥാനമാണ്. നമുക്കിതിൽ എത്ര സ്വർണം കിട്ടി എന്ന് ചോദിച്ചാൽ 1 സ്വർണമാണ് നമുക്ക് കിട്ടുന്നത്. 17ാം സ്ഥാനം നമുക്ക് 1 സ്വർണം കിട്ടി. അത് ഏത് കായിക ഇനത്തിനെന്ന് ചോദിച്ചാൽ ഫുട്ബോൾ ആണ്. അപ്പൊ 2023 നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടുന്നത് കേരളമാണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ 1ാം സ്ഥാനം ഏത് സ്റ്റേറ്റ് ആണ്? ഹരിയാനയാണ് 1ാം സ്ഥാനമായിരിക്കുന്നത്. ഹരിയാന. എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ ഡൽഹിയാണ് വേദിയായിരിക്കുന്നത്. ഇനി 2023-2024 വിജയ് ഹസാരെ ട്രോഫി. വിജയ് ഹസാരെ ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് ആണ്.
2023-2024 വിജയ് ഹസാരെ ട്രോഫി വിജയ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹരിയാനയാണ്. വിജയ് ആരാണ്? ഹരിയാനയാണ്. അപ്പൊ 2023 വിജയ് ഹസാരെ ട്രോഫി ഏത് കായിക ഇനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ആണ്. ആരാണ് വിജയ്? ഏത് സ്റ്റേറ്റ് ആണ് വിജയ് എന്ന് ചോദിച്ചാൽ ഏത് സ്റ്റേറ്റ് ആണ്? ഹരിയാനയാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി ഒരു അവാർഡാണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഹോക്കി സ്റ്റാർ അവാർഡ് 2023 ആണ് അല്ലെ. FIHC ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ലോസനിലാണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ആസ്ഥാനം. അവർ നൽകുന്ന ഒരു പുരസ്കാരമാണ് ഹോക്കി സ്റ്റാർ അവാർഡ് 2023 അല്ലെ. അതിൽ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഒരു ഇന്ത്യൻ താരമാണ്. അപ്പൊ നമ്മളോട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ചോദിക്കാം. 2023 ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ഹോക്കി സ്റ്റാർ അവാർഡ് 2023 മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഹാർദിക് സിംഗ് ആണ്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരിക്കുന്ന ഹാർദിക് സിംഗിനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി വുമൻസ് പ്ലെയർ ഓഫ് ദി ഇയർ ലഭിച്ചിരിക്കുന്നത് സാൻഡി വാർഡിനാണ്. വുമൻസ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ സാൻഡി വാർഡിനാണ്. ഡച്ച് പ്ലെയറായ സാൻഡി വാർഡിനാണ് വുമൻസ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം. ഇനി ഇതിൽ ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡ് 2023 ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ താരമായ സവിത പുനിയയാണ്. നിലവിൽ ഇന്ത്യയുടെ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ കൂടിയാണ് സവിത പുനിയ. ആ സവിത പുനിയയ്ക്കാണ് ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ 2023 ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ഹോക്കി സ്റ്റാർ അവാർഡാണ്. അതിൽ ഒന്നുകൂടി പറയാം, മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അത് ഇന്ത്യൻ താരം ഹാർദിക് സിംഗ് ആണ്. വുമൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അത് കിട്ടിയിരിക്കുന്നത് സാൻഡി വാർഡാണ്. സാൻഡി വാർഡ് ഡച്ച് പ്ലെയർ ആണ്. സാൻഡി വാർഡ്. ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിരിക്കുന്നത് സവിത പുനിയയ്ക്കാണ്. നിലവില് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ് സവിത പുനിയ എന്ന് പറയുന്നത്. ഓക്കെ, പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ നമുക്കറിയാം ഹർമൻപ്രീത് സിംഗ് ആണ് പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ. ഇനി 2023 നൽകിയിരിക്കുന്ന പ്രധാന കായിക പുരസ്കാരങ്ങളാണ്. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. കായിക പുരസ്കാരങ്ങളിൽ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരമാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. മുൻപ് ഈ പുരസ്കാരം അറിയപ്പെട്ടിരുന്ന പേര് നമുക്കറിയാം രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്ന പേരിലാണ്. നിലവിൽ അറിയപ്പെടുന്ന പേരാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. അത് 2023 ലഭിച്ചവർ ആരൊക്കെയെന്നാണ്. അത് 2023 രണ്ട് വ്യക്തികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒന്ന് സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും മറ്റൊന്ന് ചിരാഗ് ഷെഡ്ഡിയുമാണ്. സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയുമാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ നമുക്ക് സ്വർണം നേടിത്തന്ന രണ്ട് വ്യക്തികൾക്കാണ് ഇപ്രാവശ്യത്തെ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 25 ലക്ഷമാണ് ഇതിന്റെ സമ്മാനത്തുക. 2022 കിട്ടിയത് അചന്ത് ശരത് കമലിനാണ്. ടേബിൾ ടെന്നീസ് പ്ലെയറായ അചന്ത് ശരത് കമലിനാണ് 2022 കിട്ടിയിരിക്കുന്നത്. ഇനി മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അവാർഡ് കിട്ടിയത്, മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം പുരസ്കാരം 3 വ്യക്തികൾക്കാണ്. ഒന്ന് കവിത സെൽവരാജ്, ഏതാണ് കായികമെന്ന് ചോദിച്ചാൽ കബഡിയാണ്. മഞ്ജുഷ കൻവാർ, അവർ ഏതാണ് കായികമെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാഡ്മിന്റൺ ആണ്. മറ്റൊന്ന് വിനീത് കുമാർ ശർമ്മ, ഏതാണ് കായികമെന്ന് ചോദിച്ചാൽ ഹോക്കിയാണ്. അപ്പൊ മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അവാർഡിന്റെ സമ്മാനത്തുക ചോദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 3 വ്യക്തികൾക്കാണ്. കവിത സെൽവരാജ് ഏതാണ് കായികയിനം? കബഡിയാണ്. മഞ്ജുഷ കൻവാർ ഏതാണ് കായികയിനം? ബാഡ്മിന്റൺ ആണ്. വിനീത് കുമാർ ശർമ്മ ഏതാണ്? ഹോക്കിയാണ്. ഇനി അടുത്ത പുരസ്കാരമാണ് മികച്ച പരിശീലകർക്ക് നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരം. അത് റെഗുലർ വിഭാഗങ്ങൾ. അപ്പൊ 2023 ദ്രോണാചാര്യ പുരസ്കാരം നൽകിയിരിക്കുകയാണ്. 2023 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചവർ ആർക്കൊക്കെയെന്ന് നോക്കാം. അപ്പൊ ദ്രോണാചാര്യ പുരസ്കാരം ഒന്ന് ലളിത് കുമാറാണ്. അദ്ദേഹം ഏതാണ് കായികയിനം? ഗുസ്തിയാണ്. മറ്റൊന്ന് RB രമേശ്, ഏതാണ് കായികയിനം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെസ്സാണ്. മഹാവീർ പ്രസാദ് സൈനി, അദ്ദേഹം പാരാ അത്ലറ്റ് ആണ്. ശിവേന്ദ്ര സിംഗ് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഹോക്കിയാണ്. ഗണേഷ് പ്രഭാകർ മല്ലക്കാമ്പ്, അദ്ദേഹം ഏതാണ് കായികം എന്ന് ചോദിച്ചാൽ മല്ലക്കാമ്പ് എന്ന് പറയുന്ന ഒരു കായിക ഇനമാണ്. അപ്പൊ 2023 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച വ്യക്തികളാണ്. പ്രധാനമായിട്ടും ഇതിനകത്ത് 5 വ്യക്തികൾക്ക് നൽകിയിരിക്കുന്നു. റെഗുലർ വിഭാഗമാണ്. സമ്മാനത്തുക 15 ലക്ഷമാണ് ഇതിന്റെ സമ്മാനത്തുകയായിട്ട് വന്നിരിക്കുന്നത്. ഇനി മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം, അത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച വ്യക്തികളൊന്ന് നോക്കാം. ഒന്ന് ജസ്കിരത് സിംഗ് ഗ്രേവ്വാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഗോൾഫ് കളിക്കാരനാണ്.
2 ഇ ഭാസ്കരൻ. നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇ ഭാസ്കരൻ. ഇദ്ദേഹം ഒരു മലയാളിയാണ്. ഇദ്ദേഹം കണ്ണൂർ സ്വദേശിയും കൂടിയാണ്. അദ്ദേഹം ഏതാണ് കായികനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കായികനം ചോദിക്കണമെങ്കിൽ ഏതാണ്? കബഡിയാണ്. ഇ ഭാസ്കരൻ ഏതാണ് കായികനം എന്ന് ചോദിച്ചാൽ ഏതാണ്? കബഡിയാണ്. മറ്റൊന്ന് ജയന്തകുമാർ പുഷില്ലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം ഏതാണ് കായികനമായിരുന്നു? അദ്ദേഹം ഏതാണ് കായികനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ടേബിൾ ടെന്നീസ് കളിക്കാരനാണ്. അപ്പോൾ ജയന്തകുമാർ പുഷില്ലാല് ടേബിൾ ടെന്നീസ് ആണ്. നമുക്ക് പ്രധാനം ഇ ഭാസ്കരനാണ്. 2023 മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്ന് നമ്മളോട് ചോദിക്കും. ആരാണ്? ഇ ഭാസ്കരൻ. ഏതാണ് കായികനം എന്ന് ചോദിച്ചാൽ ഏതാണ്? കബഡിയാണ്. ഇനി ലൈഫ് ടൈം പുരസ്കാരത്തിന്റെ സമ്മാനതുക ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 10 ലക്ഷം രൂപയാണ്. ഇതിന്റെ സമ്മാനതുക എത്രയാണ്? 10 ലക്ഷം രൂപയാണ്. ഇനി നമ്മൾ പോകുന്നത് അർജുന അവാർഡാണ്. 2023 അർജുന അവാർഡ് 25 പരം 26 വ്യക്തികൾക്ക് സംതിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 26 വ്യക്തികളിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ട അത് മലയാളി ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2023 അർജുന അവാർഡ് നേടിയ മലയാളി ആര് എന്നാണ് ക്വസ്റ്റ്യൻ. അർജുന അവാർഡ് നൽകി തുടങ്ങുന്ന 1961 നമുക്ക് ഇപ്രാവശ്യം പ്രധാനം 2023 അർജുന അവാർഡ് നേടിയ മലയാളി ചോദിക്കുകയാണെങ്കിൽ എം ശ്രീശങ്കർ ആണ്. എം ശ്രീശങ്കർ ആണ് 2023 അർജുന അവാർഡ് നേടിയ മലയാളി താരം. ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? എം ശ്രീശങ്കർ ആണ്. എം ശ്രീശങ്കർ ഏത് കായികനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം അത്ലറ്റ് ആണ്. അദ്ദേഹത്തിന്റെ കായികനം ലോങ് ജമ്പ് ആണ്. അദ്ദേഹത്തിന്റെ കായികനം ഏതാണ്? ലോങ് ജമ്പ് ആണ്. അദ്ദേഹം അത്ലറ്റ് വിഭാഗത്തിൽ പെടുന്ന വ്യക്തിയാണ്. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് ആര്? എം ശ്രീശങ്കർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോ 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരവും ആദ്യ മലയാളി താരം ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? എം ശ്രീശങ്കർ തന്നെയാണ്. അപ്പൊ അർജുന അവാർഡ് നേടിയ മലയാളി ചോദിക്കുകയാണെങ്കിൽ എം ശ്രീശങ്കർ ആണ്. ക്രിക്കറ്റിൽ 2023 അർജുന അവാർഡ് ലഭിച്ചത് മുഹമ്മദ് ഷമിയാണ്. ക്രിക്കറ്റിൽ ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ആർക്ക് കിട്ടി? മുഹമ്മദ് ഷമിക്കാണ്. അർജുന അവാർഡിന്റെ സമ്മാന തുക 15 ലക്ഷം രൂപയാണ്. അർജുന അവാർഡിന്റെ സമ്മാന തുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.